കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മയ്യിൽ ബ്ലോക്ക് 34ാമത് വാർഷിക സമ്മേളനം മയ്യിൽ സാറ്റ്കോസ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ RP ശങ്കരൻ നഗറിൽ ബ്ലോക്ക് പ്രസിഡന്റ് KV യശോദ ടീച്ചറുടെ അധ്യക്ഷതയിൽ മയ്യിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം 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 വന്യരെ ഒത്തുചേർന്നെത്തിയോർക്കെല്ലാവർക്കും സ്വാഗതം 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 വന്യരെ ഒത്തുചേർന്നെത്തിയോർക്കെല്ലാവർക്കും സ്വാഗതം. പെൻഷനായി ജീവിതം മുന്നോട്ടു നീക്കുന്ന വന്യരാമേവർക്കും സ്വാഗതം സ്വാഗതം. എല്ലാ പരിപാടികളിലും വളരെ മുന്നിട്ട് ഇറങ്ങി ഏത് കാര്യത്തിനും വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ നന്ദി അർപ്പിക്കുന്നത് ശ്രീ C രാമകൃഷ്ണ മാസ്റ്ററാണ്. നമുക്കറിയാം, ഏത് വേദിയിലായാലും പറയേണ്ട കാര്യങ്ങൾ തുറന്നടിച്ച് പറയുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള നിലയിൽ പ്രവർത്തിക്കുകയും കൂടാതെ നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. ഇന്നത്തെ കാര്യപരിപാടി പതാക ഉയർത്തൽ കഴിഞ്ഞു, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഗതഗാനം, സ്വാഗതം, അധ്യക്ഷത, അനുശോചന പ്രമേയം, ഉദ്ഘാടനം, സംഘടനാ റിപ്പോർട്ട്, മാസിക അവാർഡ് വിതരണം, ആശംസ, ബ്ലോക്ക് പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക്, ചർച്ച, മറുപടി, തെരഞ്ഞെടുപ്പ്, പ്രമേയങ്ങൾ. നന്ദി. ബഹുമാന്യനായ ഉദ്ഘാടകൻ മയ്യിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിനോദ് മാഷ്, വേദിയിലുള്ള സംഘടനാ നേതാക്കൾ, മുന്നിലിരിക്കുന്ന മയ്യിൽ ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകരെ, ഇന്ന് നമ്മുടെ 34ാം വാർഷികം നടക്കുകയാണ്. ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ പരിപൂർണ സമാപ്തി. ഇന്ന് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. അപ്പോൾ ഒരു വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നടപ്പാക്കി, എന്തൊക്കെ പ്രക്ഷോഭ പരിപാടികൾ നടത്തി, ഇതെല്ലാം വിലയിരുത്തേണ്ട ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, നമ്മൾ സർവീസിലുള്ള സമയത്ത് വിവിധ സംഘടനകളിൽ, വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ, വിവിധ ജാതി മത ചിന്തകളിൽ പ്രവർത്തിച്ചവരാണ്. പക്ഷെ അത് കഴിഞ്ഞ് പെൻഷൻ ആയതിനു ശേഷം ഒരേ ഒരു സംഘടന KSSPU, അതായത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് കരുതി ഇതിലേക്ക് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. 1992 സംഘടന അന്ന് വരെ ഉണ്ടായ എല്ലാ സംഘടനകളും യോജിച്ച് ഒറ്റ സംഘടനയായി പ്രവർത്തിക്കാമെന്ന തീരുമാനത്തോടെയാണ് 1992 KSSPUവിന് രൂപം കൊടുത്തത്. നമ്മുടെ വിട്ടുപിരിഞ്ഞ മെമ്പർമാരും രണ്ടാമത് സാമൂഹിക സാംസ്കാരിക മറ്റു മേഖലകളിലുള്ളവരുടെ പേരുമാണ്. മയ്യിൽ യൂണിറ്റ് പാടിയില്ലത്ത് നങ്ങേലി അന്തർജനം, ലീലാമഠത്തിൽ M ഗോവിന്ദൻ, P നാരായണൻ, K ജാനകിയമ്മ, MK പുരുഷോത്തമൻ മാസ്റ്റർ, P ദേവകി, RP സുരേഷ്. മയ്യിൽ വെസ്റ്റ് AP രവീന്ദ്രൻ, PP കല്യാണി, KP സരസ്വതി അമ്മ, PP ജാനകി, PO മുരളീധരൻ മാസ്റ്റർ, EP അനന്തൻ നമ്പൂതിരി, KC ചന്ദ്രമതി ടീച്ചർ. കുറ്റാട്ടൂർ യൂണിറ്റ് KV കമലാക്ഷി, കളപ്പിടുക്കൽ ചന്ദ്രിക, മുണ്ടയാടൻ കാത്യായനമ്മ, CV രാഘവൻ നമ്പ്യാർ, NK സുമതി, M സരോജ ടീച്ചർ, പള്ളത്ത് ലക്ഷ്മണൻ, MV ഗോവിന്ദൻ നമ്പ്യാർ. കൊളച്ചേരി യൂണിറ്റ് കുറുവയിൽ ഗോപാലൻ നമ്പ്യാർ, K മൂസാൻ മാസ്റ്റർ, റഷീദ P, K ചന്ദ്രിക, EG സാവിത്രി ടീച്ചർ. മലപ്പട്ടം യൂണിറ്റ് TP കുമാരൻ, KP നാരായണൻ, എഴുത്ര ഇല്ലത്തിൽ ആര്യ അന്തർജനം, എഴുത്ര ഇല്ലത്തിൽ മഹേശ്വരൻ നമ്പൂതിരി. സീനിയർ സിറ്റിസൺസിനെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ രൂപീകരിക്കണമെന്ന് പ്രാഥമികമായിട്ടുള്ള ആലോചനകളും ചർച്ചകളും നടക്കുകയാണ്. പ്രധാനമായും
സമൂഹത്തിനാകെ ഉപദേശം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകൾ അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറക്ക് ഗുണപാഠമാകേണ്ടതുണ്ട്. ഈ നിലവിലുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് തിന്മകൾക്കും ഒക്കെ അടിസ്ഥാനം നമ്മുടെ മോറൽ എഡ്യൂക്കേഷന്റെ കുറവാണ്, അതുപോലെ തന്നെ അനുഭവ സമ്പത്തിന്റെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വരുന്ന കാലത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ എന്നുള്ളത് സർവീസിന് 56 വയസ്സിന് ശേഷം സർവീസ് 55 വയസ്സ് നേരത്തെ, 56 വയസ്സ് പൂർത്തിയാക്കി സർവീസിന് വിരമിച്ചവരാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ജീവനക്കാരും അധ്യാപകരും ഉണ്ടെന്നാണ് ഏകദേശം കണക്ക്. ഒരു വർഷം 10,000-നും 20,000 മുതൽ 30,000 വരെ സർവീസ് ജീവനക്കാർ 10,000-ഓളം എന്നാണ് കണക്കാക്കുന്നത്. ഓരോ വർഷവും മാർച്ച് 30-ന് സർവീസിൽ നിന്ന് പിരിയുന്ന ജീവനക്കാർക്ക് അങ്ങനെയല്ലോ. മാർച്ച് 30-ന് പിരിയുന്ന അധ്യാപകരെയും അല്ലെങ്കിൽ അവരുടെ മാർച്ച് 30-ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകർ അതുപോലെ തന്നെ ജീവനക്കാരെ വെച്ച് നോക്കിയാൽ ഒരു സാമ്പത്തിക വർഷം റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരുടെ അധ്യാപന എണ്ണം 20,000-നും 30,000-നും ഇടയിലാണ്. ജീവനക്കാർ മാത്രം 10,000-ലധികം ഒന്നാണ്, അധ്യാപകർ അത്ര തന്നെ. മുതലാളിത്തത്തിന്റെ എല്ലാ കാലത്തുമുള്ള ആസൂത്രണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 100-200 വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമുക്ക് ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മനസ്സിലാവും. ലോകത്തുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള 2014, 2017, 2020 കാലത്തിന് ശേഷം ഏറ്റവും വലിയ എക്കണോമിക് ക്രൈസിസ് വന്ന 1930-കളിലാണ്. 1914-ന് ശേഷമുള്ള 1-ാം ലോകമഹായുദ്ധത്തിന്റെ കാലം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന അത് അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇനിയും ഇതിനേക്കാൾ നല്ല വേദികളിൽ അത് പ്രദർശിപ്പിച്ചിട്ട് കയ്യടി വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ സംഘടനാ റിപ്പോർട്ടാണ്. അവതരിപ്പിക്കുന്നതിന് KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ KM ബാലചന്ദ്രനെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. മയ്യിൽ ബ്ലോക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേതാക്കളെ, സഹോദരന്മാർ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രൂപം കൊണ്ടിട്ട് 34-ാമത് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ സംഘടനാ ചരിത്രം ഇവിടെ അവതരിപ്പിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, 34 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും നല്ല ഊർജ്ജസ്വലമായ ഒരു കാലഘട്ടമാണ്, അല്ലേ? 34 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവത്വത്തിൻ്റെ. പക്ഷെ നമ്മളെ സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 34 എന്ന് പറയുമ്പോൾ നമ്മൾ അംഗങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പ്രായാധിക്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതോടുകൂടിയാണ്. അതിനെ തുടർന്നാണ് നമ്മുടെ രാജ്യത്ത് ഒരു സിവിൽ സർവീസ് രൂപം കൊള്ളുന്നത്. അതുവരെ നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ അവരുടെ അനുചരന്മാർ നടത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഭരണങ്ങളാണ്, അല്ലെ? നാടുവാഴികൾ നമ്മളെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിറക്കൽ രാജാവ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള നാടുവാഴികൾ അങ്ങനെയായിരുന്നു രൂപം വന്നിരുന്നു. അവരുടെ അനുചരണ ബന്ധങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ ആധുനിക ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടിൽ നിന്ന് നമുക്ക് ബ്രിട്ടനെ വിശേഷിപ്പിക്കാം. കാരണം അവർക്കൊരു ലിഖിത ഭരണഘടന ഇല്ലെങ്കിൽ പോലും അവരുടെ കീഴ്വഴക്കങ്ങളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ രാജ്യം ആധുനിക ജനാധിപത്യത്തിൻ്റെ. സംസ്ഥാന കമ്മിറ്റി അംഗം PV പത്മനാഭൻ മാസ്റ്റർ മാസിക അവാർഡ് വിതരണം ചെയ്തു. അവിടെ യാതൊരു തകരാറുകളുമില്ല. കമ്പ്യൂട്ടർ കാലത്ത് നമ്മൾ മേഖലകളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അത് നേരിട്ട് പ്രിന്ററിലേക്ക് കൊടുത്ത് അഡ്രസ് പ്രിന്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ അതിന് വേറെ പ്രയാസങ്ങളൊന്നും അവിടെയുമില്ല. നമ്മുടെ ഈ ഹോളിൽ നിന്ന് RP ശങ്കരൻ നഗർ കൊണ്ടാണ് നമ്മൾ ഇത് 1-ാം ചരവാർഷികമാണ്. അദ്ദേഹം നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിയിലും ബ്ലോക്ക് കമ്മിറ്റിയിലും ഒക്കെ നേരത്തെ സജീവമായിട്ടുണ്ടായിരുന്നു. ബ്ലോക്കിന്റെ ഏറ്റവും അവസാനം രക്ഷാധികാരി ഉണ്ടായിരുന്ന ഒരാളാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം E മുകുന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം ഇന്ന് ഇവിടെ സമ്മേളനം നടക്കുന്നത്. ജില്ലാ സമ്മേളനം മയ്യിൽ ബ്ലോക്ക് ഏറ്റെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. വളരെയധികം ആശങ്ക എന്നാൽ ഒന്ന് സാമ്പത്തികം, രണ്ടാമത് ഭൗതികമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ,
ഇത് രണ്ടും ഒരുക്കുക ഒരു ജില്ലാ സമ്മേളനത്തിൽ പറയുന്നത് ഈ മയിൽ പോലുള്ള ഒരു കൊച്ചു ടൗണിൽ സാധ്യമാണ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഇത് രണ്ടും തരണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉള്ള നമ്മുടെ സംഭാവന പിരിവുകൾ, സംഘടനാ സമ്മേളനത്തിലൂടെയുള്ള പിരിവുകളിൽ നമ്മുടെ ബ്ലോക്കിലെ 5 യൂണിറ്റുകളും വളരെ നല്ലൊരു പ്രതികരണമാണ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയരായിട്ടുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ, അതുപോലെ തന്നെ നമ്മൾ 2026-27 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് സെക്രട്ടറി സി പത്മനാഭൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ നാരായണൻ വരവ് ചെലവ് കണക്കും, വൈസ് പ്രസിഡന്റ് വി വിജയരാഘവൻ അനുശോചന പ്രമേയവും, ജോയിന്റ് സെക്രട്ടറി കെ പി വിജയൻ നമ്പ്യാർ ഔദ്യോഗിക പ്രമേയവും അവതരിപ്പിച്ചു. പുതിയ കൗൺസിലർമാരെ, കഴിഞ്ഞ വർഷത്തെ കൗൺസിലർമാരെ എല്ലാവർക്കും സ്വാഗതം. ഈ റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കി യൂണിറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പൂർണ്ണമായി വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് സമയനഷ്ടം ഉണ്ടാക്കും. ഒരു 15 വർഷത്തെ സമ്മേളനത്തിന്റെ സംഘാടകരായി നമ്മുടെ മേഖലയിൽ ഉണ്ടാവില്ല എന്നതുകൊണ്ട് സ്വാഭാവികമായും ആ സമ്മേളനത്തിന്റെ ഒരു അവലോകനം അത് വെച്ചിട്ടുണ്ട്. ആ അവലോകനത്തിൽ കാര്യമായിട്ട് പരാമർശിച്ചിട്ടുള്ളത് നമ്മുടെ സ്വാഗത സംഘ രൂപീകരണം മുതൽ ഈ ബ്ലോക്കിൽ നടന്നിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ്. അതിലെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയ ഏറ്റവും മികച്ച സമ്മേളന ഫണ്ട് സമാഹരണമായിട്ടുള്ള മികച്ച പ്രവർത്തനം തന്നെയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോളം ഇത്ര ജനകീയമായി കൂട്ടായ്മയോടുകൂടെ വിപുലമായ വനിതാ പങ്കാളിത്തത്തോടുകൂടെ മികച്ച ജനസൗഹൃദമായിട്ട് ഒരു ഫണ്ട് സമാഹരണം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. പ്രചാരണം സമ്മാനം നൽകിയത് 2500. കെട്ടിട നികുതി, കറണ്ട് ചാർജ് മുതലായവയുടെ 1/3 വിഹിതം മയ്യൽ യൂണിറ്റിന് കൊടുത്തത് 4223. മൈക്ക് പെർമിഷൻ ഫീസ് വാടക 3580. രജിസ്റ്ററുകളും സ്റ്റേഷനറിയും 175. ബാങ്കിൽ നിക്ഷേപിച്ചത് 4,79,964. ബ്ലോക്ക് സമ്മേളനം പാൽ വാടക 10,000. വണ്ടി വാടക 1,100. ഓഫീസ് ഫർണിച്ചർ, ഡെസ്ക് 4,500. സമ്മേളന ഫണ്ട് മേൽക്കമ്മിറ്റി കൊടുത്തത് 1,85,696. സ്നേഹവീട് ഗുണഭോക്താവിന് ഗൃഹോപകരണം നൽകിയത് 24,200. മെമ്പർഷിപ്പ് പ്രവർത്തന ഫണ്ട് വിഹിതം മേൽക്കമ്മിറ്റി കൊടുത്തത് 45,954. കാര്യങ്ങളാണ് മൂന്നെണ്ണം പുറത്തുനിന്നുള്ള കാര്യങ്ങൾ. അവിടെയാണ് കടമയിലേക്ക് കടക്കുക. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മഞ്ഞൾ ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും നടപ്പാക്കിയിട്ടുള്ള 2ാം ഘട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ശമ്പള പെൻഷൻ പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, മെഡിസെപ്പ് കുറവുകൾ പരിഹരിച്ച് നടപ്പിലാക്കുക, ചൊർക്കള മുല്ലക്കൊടി മയ്യിൽ ചാലോട് മട്ടന്നൂർ എയർപോർട്ട് റോഡ് പണി ത്വരിതപ്പെടുത്തുക, പുതിയ കൊളച്ചേരി സബ് ട്രഷറി കെട്ടിടം പണി പൂർത്തിയാക്കുക എന്നീ പ്രമേയങ്ങൾ അംഗീകരിച്ചു. മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്താൻ നമുക്ക് ജില്ലാ സമ്മേളനം. തുടർന്ന് അയനത്ത് മുകുന്ദൻ മലപ്പട്ടം, ശ്രീമതി രതീദേവി മയ്യിൽ, ശ്രീ രാധാകൃഷ്ണൻ മയ്യിൽ, ശ്രീമതി വനജകുമാരി ടീച്ചർ മയ്യിൽ വെസ്റ്റ്, ശ്രീ ശശിധരൻ മാസ്റ്റർ കൊളച്ചേരി, ശ്രീ പുത്തലത്ത് മുകുന്ദൻ കുറ്റ്യാട്ടൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ തന്നെ പ്രശസ്തരായ സാംസ്കാരിക നായകന്മാരെയും അതുപോലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയെയും കിട്ടിയോട് തന്നെ പ്രൗഢോജ്വലമായ ഒരു സാംസ്കാരിക സമ്മേളനമായിട്ട് നമുക്കത് മാറ്റാൻ വേണ്ടി സാധിച്ചു. ഏറ്റവും അർഹതപ്പെട്ട ഒരു കൈകളിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ നൽകുന്ന സഹായത്തിന് വലിപ്പമുണ്ട്. അത്രമാത്രം ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന് തന്നെയാണ് അത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് മലപ്പട്ട യൂണിറ്റ് വളരെയേറെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിർമ്മാണവും നല്ല നിലയിൽ പോയി തറയടക്കം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് പിന്നെ കുറ്റമറ്റ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിന് പുറകില്ലേ. KSSPO പെൻഷൻ സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം.
KSSPU മയ്യിൽ ബ്ലോക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ കൗൺസിലർമാർക്കും മയ്യിൽ യൂണിറ്റിന് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. വളരെ വിശദമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. എന്നിരുന്നാലും നമ്മൾ എല്ലാം വായിച്ചു കഴിഞ്ഞാലും അതിൽ ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ മാത്രം വിമർശനമായി പറയുകയാണ്. മയ്യിൽ ബ്ലോക്കിൽ അംഗത്വം കൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിറ്റാണ് മയ്യിൽ. യൂണിറ്റ് കൺവെൻഷനിൽ നല്ല പങ്കാളിത്തവും 11 പുതിയ പെൻഷൻകാരെ സ്വീകരിക്കുന്ന പരിപാടികളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിലെ 2 റിപ്പോർട്ടുകളും അംഗീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ദൈർഘ്യമായ റിപ്പോർട്ടാണ്. അതിനകത്ത് സർവ്വദേശീയവും ദേശീയവും പ്രാദേശികവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല രീതിയിൽ കുറച്ചുകൂടെ അതിനകത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. നമുക്കൊന്ന് രാഷ്ട്രീയ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചത്, ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുരുക്കി പരാമർശിക്കുന്നതിൽ സ്വാഭാവികമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, KSSPU സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലായാലും അധ്യക്ഷ പ്രസംഗം, സ്വാഗത ഭാഷണത്തിലും എല്ലാം സംഘടനയുടെയും പ്രവർത്തനത്തിന്റെയും വിവിധ ഭാഗങ്ങള് മുഴുവനായും സ്പർശിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ വിശദമായ റിപ്പോർട്ടും അവതരിപ്പിക്കപ്പെട്ടു. ഞാനിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ പെൻഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഈ പരിപാടികൾ അന്തരീക്ഷത്തിലാണ് ഈ 34ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. കാരണം 33ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പെൻഷൻകാരെല്ലാം കുറെ അസംതൃപ്തരായിരുന്നു. അപ്പൊ ഇപ്പോൾ ഒരുപാട് അവകാശങ്ങൾ, ആനുകൂല്യങ്ങളുടെ എല്ലാം പ്രഖ്യാപനങ്ങളും ഉത്തരവുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ 34ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരവുമാണ്. അത് തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കേണ്ടതുകൂടി നമ്മുടെ ബാധ്യതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുറ്റാട്ടൂർ യൂണിറ്റിന് വേണ്ടി സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും കുറ്റാട്ടൂർ യൂണിറ്റിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. പ്രശ്നങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനകത്ത് വിട്ടുവരുന്നത്, അതായത് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഈ താരിഫ് യുദ്ധം അടക്കം വരുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് 18% ചുങ്കം ആവശ്യമില്ലെന്നും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിന് 18% ചുങ്കം വേണം എന്നും പറയുന്ന രീതിയിൽ എല്ലായിടത്തും രാജ്യാന്തരമായി ഒരു താരിഫ് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന, പിന്നെ അതിന്റെ വിശദമായ ചെയ്യാൻ സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു സമയമായിട്ട് ഞാൻ എന്റെ വാച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സംസാരിച്ച് വന്ന് ഞാൻ ഒരു പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കുക. അപ്പോൾ തന്നെ 1-2 കാര്യങ്ങൾ വിട്ടുപോയി. അതാണ് പിന്നീട് മൂന്നാളും കൂടെ സൂചിപ്പിച്ച് ധനകാര്യ ബില്ല് 2025 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവൻ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം പിന്നെ ഒരു ഫ്ലോയിൽ ഒരു പ്രസംഗം വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ തുടങ്ങുമ്പോൾ അതിന്റെ ആ ഫ്ലോ തിരിച്ചു വരില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, സംഘടന നിവേദനം കൊടുത്തിരുന്നു. ഏറ്റവും അവസാനം ജനുവരി 1-ാം തീയതി സംഘടന നിവേദനം കൊടുത്തിരുന്നു. ഇതിനകത്ത് കുറെ ന്യൂനതകൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും പരിഹരിക്കാതെ ആണ് ഇപ്പോൾ 2ാമത്തെ ഇതിലേക്കും ഇത് മെഡിസെപ്പ് ഇത് വന്നിരിക്കുന്നത്. മെഡിസെപ്പ് വരുമ്പോൾ തന്നെ ഇതിലാണ് ഒന്ന് എംപാനൽ ആശുപത്രി സന്ദർശനം. നമ്മുടെ ഇവിടെ തന്നെ കണ്ണൂർ ജില്ലയിൽ വളരെ ചുരുക്കം ഈ എല്ലാ ചികിത്സകളെ ആശുപത്രി, ജനറൽ ആശുപത്രികളിൽ വളരെ കുറച്ചേ ഉള്ളൂ. വരണാധികാരി ടി രാഘവൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. CK ജനാർദ്ദനൻ നമ്പ്യാർ പ്രസിഡന്റ്, C പത്മനാഭൻ സെക്രട്ടറി, PP അരവിന്ദാക്ഷൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ജില്ലയിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് എന്ന് തന്നെ പറയാം. അത് സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും സാന്ത്വന പ്രവർത്തനങ്ങളായാലും വനിതാ വേദിയുടെ പ്രവർത്തനമായാലും ഒക്കെ വളരെ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ അവരോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചിരുന്നു, ചില പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോ എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ കുറച്ച് നാളായി ഒന്നെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ആവുന്നത് ഞാൻ ഏറ്റെടുത്തില്ല. എനിക്ക് വേദിയിലായാലും
പറയേണ്ട കാര്യങ്ങൾ തുറന്നടിച്ച് പറയുകയും തുടർന്ന് മെമ്പർമാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. മരങ്ങൾ പച്ചയിൽ കുടിച്ചു നിൽക്കും എന്റെ കേരളം. മാവേലി തമ്പുരാൻ എഴുന്നള്ളും നാടിന് കേരം തെങ്ങുട താരമുമേ തീനിരന്നു നിൽക്കുന്നു. മാവേലി തമ്പുരാൻ എഴുന്നള്ളും നാടിന് കേരം തെങ്ങുട താരമുമേ തീനിരന്നു നിൽക്കുന്നു. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമുള്ളൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമുള്ളൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. കലാകാരനാണ്, ഒരു ടാലന്റ് പോയി ബർത്തില്ലേ ഇൻബോൺ കലാകാരനാണ് ബാബു. സ്കൂളിൽ പോകുമ്പോൾ പിന്നെ മുല്ലക്കോട് മാപ്പിള സ്കൂളിൽ പോയ ബാബു ക്ലാസ് റൂമിൽ നിന്നുണ്ടല്ലോ കുറെ കുട്ടികളും കൊണ്ട് എന്തെങ്കിലും ടാലന്റ് ഉണ്ടാവുക. കൊളച്ചേരി യൂണിറ്റിലെ പ്രശസ്ത പ്രകൃതി പക്ഷി നിരീക്ഷകനായ ശ്രീ സുരേഷ് ബാബു മാസ്റ്ററുടെ ചിത്രപ്രദർശനം ഏറെ ശ്രദ്ധേയമായി. സുരേഷ് ബാബു, ഞാൻ കൊളച്ചേരി യൂണിറ്റ് KSSPന്റെ കൊളച്ചേരി യൂണിറ്റ് മെമ്പറാണ്. അപ്പോൾ ഞാനൊരു 2 കൊല്ലമായിട്ട് ഈ പക്ഷി ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു 200-നടുത്ത് വ്യത്യസ്തയിനം പക്ഷികളുടെ ഫോട്ടോ ഉണ്ട്. അതിൽ 75ഓളം ഇനം പക്ഷികളുടെ ഫോട്ടോ ആണ് നമ്മളെ KSSPന്റെ ബ്ലോക്ക് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടുമുറ്റത്ത് വരുന്നതും നമ്മളെ നാട്ടിൽ വിരുന്ന് വരുന്നതായ പക്ഷികളുടെ പ്രധാനപ്പെട്ട പക്ഷികളെ കുറച്ച് ഫോട്ടോസാണ്. അപ്പം